multivariable calculus ആണ് topic. Okay. Multivariable calculus differentiation. First topic, functions of two or more variables. If three variables x, y, z are so related that the values of z depend upon the values of x and y, then z is called a function of two variables x and y and is denoted by z is equal to f of xy. Z is called dependent variable and x and y are called independent variables. അതായത് മൂന്ന് വേരിയബിൾസ് അല്ലെങ്കിൽ അൺനോൺസ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ z is so dependent that z depends upon x and y. x and y നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് z എന്ന് പറയുന്ന വേരിയബിൾ ഉള്ളത്. സോ അങ്ങനെയാണെങ്കിൽ z നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? z is a function of x and y. അങ്ങനെ എഴുതിക്കൂടെ? കാരണം z x നെയും y നെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ z is equal to f of x and y. അപ്പൊ അതിന്റെ മീനിങ് എന്താ? z എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ x and y. പക്ഷെ x and y നെ എന്താ നമുക്ക് പറയാൻ പറ്റുക? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഓക്കെ. The function z equal to f of xy represent a surface. ഈ ഫംഗ്ഷൻ z is equal to f of xy എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിൾ റെപ്രസെന്റ് ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സർഫസിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ്, അതായത് ഒരു ഫംഗ്ഷനിൽ രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. A function f of xy is said to have a limit at the point x0, y0 if for every given epsilon greater than 0 there is a real number delta greater than 0 such that whenever modulus of xy minus x0, y0 less than delta we have. അതായത് ഇപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു പെർട്ടിക്കുലർ വാല്യൂലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അതായത് ഒരു ഫംഗ്ഷൻ ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യണം. ആ വേരിയബിൾ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ഈ ലിമിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് സെറ്റ് ടു ഹാവ് എ ലിമിറ്റ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്. ഈ പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈക്ക് ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ ഇഫ് ഫോർ എവറി ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, അവിടെ ഒരു വാല്യൂ എപ്സിലോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. then there is a real number delta greater than 0. delta എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 0, എപ്സിലോണും ഡെൽറ്റയും ഗ്രേറ്റർ ദാൻ 0 ആണ്. such that whenever ഈ ഡിഫറൻസ് അതായത് എക്സും വൈയും മൈനസ് എക്സ് നോട്ട് വൈ നോട്ട് ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസിന്റെ മോഡുലസ് വാല്യൂ is less than ഈ പറയുന്ന ഡെൽറ്റ, then we have f of xy minus l is less than epsilon. ഓക്കെ. അപ്പൊ ശരിക്കും ഈ ഒരു ഡിഫറൻസ് അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ നമ്മുടെ ഫംഗ്ഷൻ മൈനസ് എൽ. ഓക്കെ. എൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ ഒരു ലിമിറ്റ് ആണ് പറയുന്നത്. f of xy minus l അതിന്റെ മോഡുലസ് വാല്യൂ will be less than epsilon. ഓക്കെ. എപ്സിലോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഈ എപ്സിലോണിനേക്കാളും ലെസ് ദാൻ ആയിരിക്കും ആ ഡിഫറൻസ് എഫ് ഓഫ് എക്സ് വൈയും എല്ലും തമ്മിലുള്ള ഡിഫറൻസ്. That is when the distance between the points xy and x0, y0 is less than delta, the distance between f of xy and l is no more than epsilon. Meaning മനസ്സിലായല്ലോ? അതായത് distance between the points xy എന്ന് പറയുന്ന പോയിന്റും x0, y0 എന്ന് പറയുന്ന പോയിന്റും ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ then difference between f of xy and l എന്തായിരിക്കും? it will be less than epsilon. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ ഇപ്പോൾ ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് വൈയും എക്സ് നോട്ട് വൈ നോട്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡെൽറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ എഫ് ഓഫ് എക്സ് വൈയും എല്ലും ആ ലിമിറ്റും അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്നത് ഓക്കെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ രണ്ട് ഡിഫറൻസും ഇപ്പോൾ എക്സ് വൈയും എക്സ് നോട്ട് വൈ നോട്ടും ലെസ് ദാൻ ഡെൽറ്റ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈയും എല്ലും തമ്മിലും എന്തായിരിക്കും ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ. ഇനി സിംബോളിക്കലി ദിസ് ഇസ് എക്സ്പ്രസ്ഡ് ആസ്, ഇനി ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എക്സ്പ്രസ് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്. ഇപ്പൊ എക്സ് നോട്ട് വൈ നോട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന പോയിന്റ്. എക്സ് വൈ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നു. അപ്പൊ ഈ എക്സ് വൈ എന്ന് പറയുന്ന ജനറൽ പോയിന്റ് നമ്മൾ കോമൺ ആയിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യണം. അതാണ് ടെൻസ് ടു എന്ന് പറയുന്നത്. then f of xy, അപ്പൊ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ f of xyയുടെ വാല്യൂ എന്തായിരിക്കും? L ആയിരിക്കും. ഓക്കെ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. limit xy tends to 1 4 5x cube y square minus 9 is equal to, അപ്പൊ ഇതിന്റെ വാല്യൂ എന്താ വരിക എന്നാണ് ചോദിക്കുന്നത്. സോ ലിമിറ്റ് xy tends to 1 4 5x cube y square minus limit xy tends to 1 4 9. അതായത് ഈ ലിമിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു.
ഫസ്റ്റ് ടേമിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, മൈനസ് സെക്കൻഡ് ടേമിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. മൈനസ് ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തത്. സോ ജസ്റ്റ് ലിമിറ്റ് ത്രൂ ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഓരോ ടേംസിന് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഈ ലിമിറ്റ്സ് ഏതിന് മാത്രം ആപ്ലിക്കബിൾ ആണ്? എക്സ് ആൻഡ് വൈ വേരിയബിൾസിന് മാത്രം. കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. സോ എക്സിന് എന്താ വാല്യൂ കൊടുക്കേണ്ടത്? എക്സ് വൈ ടെൻസ് ടു 1 4 എന്ന് പറയുമ്പോൾ x equal to 1 ഉം y is equal to 4 ഉം ഇതാണ് മീനിങ് അല്ലെ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 into നമുക്ക് എന്താ വാല്യൂ വരിക? 5 into 1 cube into 4 square മൈനസ് 9ന്റെ ഒപ്പം എക്സും വൈയും ഇല്ല. സോ അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, 9 അങ്ങനെ തന്നെ എഴുതി. സോ 18 minus 9 നമുക്ക് കിട്ടുന്ന ആൻസർ 71 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു -1 2. അപ്പൊ x equal to -1 ഉം y is equal to 2. ഫംഗ്ഷൻ എന്താണ്? എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഡയറക്റ്റ്ലി ഇവിടെ അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ എക്സിന് -1 കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക, മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? -2/5. നെക്സ്റ്റ് ടോപ്പിക് കണ്ടിന്യൂറ്റി. ഇപ്പൊ ലിമിറ്റ് എന്താണെന്ന് പറഞ്ഞു. Continuity. A function f of xy is said to be continuous at point x0 y0 if f of x0 y0 is defined as limit xy tends to x0 y0 f of xy is equal to f of x0 y0. ക്ലിയർ ആയല്ലോ? ഇത് ലിമിറ്റിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഏത് പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിലേക്കാണ് ലിമിറ്റ്. അതായത് എക്സ് വൈ ടെൻസ് ടു x0 y0 ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ അപ്പൊ എന്തായിരിക്കും? f of x0 y0. അതിന്റെ മീനിങ് എന്താ? x0 y0 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു x0 y0 f of xy must be equal to f of x0 y0. എങ്കിൽ മാത്രമാണ് നമുക്ക് f of xy is continuous at x0 y0 എന്ന് പറയാൻ പറ്റുക. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എക്സാമ്പിൾസ് നോക്കാം. Consider the function f of xy is equal to 3x square y raised to 5. The polynomials 3x square and y raised to 5. അതായത് ജസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഇപ്പൊ നമുക്ക് ഇത് അതായത് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ അല്ലയോ ജസ്റ്റ് എക്സാമ്പിൾ പോലെ പറഞ്ഞിരിക്കണം, പ്രോബ്ലം ആയിട്ട് തന്നിട്ടില്ല. ജസ്റ്റ് എന്താണ് കണ്ടിന്യൂറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ, പോളിനോമിയൽ ഫംഗ്ഷൻ 3x square y raised to 5. അപ്പോൾ the polynomials 3x square and y raised to 5 എന്താണ്? Continuous at every real number. Then the function f of xy 3x square y raised to 5 എന്തായിരിക്കും? Will be continuous at point xy അല്ലെ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ ഇവിടെ എന്താ? 3x square y raised to 5 ആണ്. ഇതിപ്പോ പ്രത്യേകിച്ച് ഒരു ലിമിറ്റ് വാല്യൂ പർട്ടിക്കുലർ പോയിന്റ് ഒന്നും തന്നിട്ടില്ല. ബട്ട് ഓൾ റിയൽ നമ്പേഴ്സിൽ ഈ പറയുന്ന 3x square y raised to 5 എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതേപോലെ തന്നെ അപ്പൊ അതിന്റെ മീനിങ് എന്താ? f of xy എല്ലാ റിയൽ വാല്യൂസിലും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി f of xy is equal to xy raised divided by 1 minus x square minus y square. It is continuous except at 1 minus x square minus y square equal to 0. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ശ്രദ്ധിക്കാം. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ ഇത് നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെ. സോ അത് കാരണം ഇത് ശരിക്കും ഈ പറയുന്ന പോയിന്റ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് എക്സെപ്റ്റ് വേർ 1 minus x square minus y square is equal to 0. അതിന്റെ മീനിങ് എന്താ? ഇവിടെ ഇപ്പൊ ഈ -x square minus y square RHS ൽ കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? 1 is equal to x square plus y square. ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ അല്ലേ? This represents a circle. അപ്പൊ നമുക്ക് ഇതിന് എന്താ പറയാൻ പറ്റുക? f of xy is continuous everywhere except on the circle x square plus y square is equal to 1. കാരണം എന്താ? ഡിനോമിനേറ്റർ ടേം 0 ആവാൻ പാടില്ല, എങ്കിൽ മാത്രമേ കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. സോ ആ ഡിനോമിനേറ്റർ ടേം ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? സർക്കിൾ ആണ് അല്ലെ. അപ്പൊ അതിന്റെ മീനിങ് എന്താ? നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ് എക്സെപ്റ്റ് ഓൺ ദ സർക്കിൾ x square plus y square is equal to 1. ആ യൂണിറ്റ് സർക്കിളിന്റെ അവിടെ മാത്രം കണ്ടിന്യൂസ് ആയിരിക്കില്ല, ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. Partial derivatives of function of two variables. ഇനി എന്താണ് partial derivatives? അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആണ്. ഇപ്പോൾ ഒരെണ്ണം 2 വേരിയബിൾസിനെ പഠിച്ചാൽ തന്നെ ജനറലൈസ് ചെയ്ത് 3 വേരിയബിൾസ് എന്താണ് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. The derivative z is equal to f of xy when y is kept constant and x is allowed to change or vary is called first order partial derivative of z with respect to x. ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് z is equal to f of xy എന്ന് പറയുന്ന ഫംഗ്ഷൻ
z നമ്മൾ ആദ്യമേ പറഞ്ഞു എക്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ അതൊരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. അത് നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ട് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ z is equal to f of x y എന്ന് പറയുന്നത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമ്മൾ y എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കും. ക്ലിയർ ആയോ? y കോൺസ്റ്റന്റ് ആയിരിക്കും. x is allowed to change or vary. ചേഞ്ചും വേരിയും സെയിം മീനിങ് ആണ്. വേരി ചെയ്യുക ചേഞ്ച് ചെയ്യാന്ന് സെയിം മീനിങ് ആണ്. സോ നമ്മൾ y കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് എക്സിനെ വേരി ചെയ്യാൻ അലൗ ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡെറിവേറ്റീവിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു എക്സ്. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ y നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ് അല്ലെ. അതുകൊണ്ടാണ് അതിനെ പാർഷ്യൽ എന്ന് പറയുന്നത്, കംപ്ലീറ്റ് അല്ല. മനസ്സിലായോ? ഒരെണ്ണം വിത്ത് റെസ്പെക്ട് ഒരെണ്ണേ ചെയ്യുന്നുള്ളൂ, മറ്റത് കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ്. സോ അതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നാണ് പറയാ വിത്ത് റെസ്പെക്ട് ടു എക്സ് കീപ്പിംഗ് y കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഡോ z ബൈ ഡോ എക്സ്. ഈ ഓപ്പറേറ്ററിനെയാണ് ഡോ എന്ന് പറയുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സിനാണ് ഇത് യൂസ് ചെയ്യുക. നമ്മൾ സാധാരണ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി എക്സ് എന്നൊക്കെ അല്ലേ, ഡി ബൈ ഡി വൈ എന്താണ്. ഇത് കംപ്ലീറ്റ് ഡെറിവേറ്റീവിന് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ്. ഇത് ഡോ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സിന് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ്. സോ ഡോ z ബൈ ഡോ എക്സ്, ഇവിടെ ഡോ എക്സ് വരാൻ കാരണം എന്താ, നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. സോ ഡോ z ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്താ, നമ്മൾ ഈ ഡോ ബൈ ഡോ എക്സ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അതായത് ഈ വേരിയേഷനെയാണ് പറയുന്നത്. വേരിയേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എക്സ് ആണ് പറയുന്നത്. സോ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഈ ഒരു സ്മോൾ ചേഞ്ച് ആണ് പറയുന്നത്. അതായത് എക്സിനെ നമ്മൾ വേരി ചെയ്തു. എന്തായിട്ട് വേരി ചെയ്തു? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആക്കി. ഓക്കെ, പിന്നെ നമ്മുടെ ഇനീഷ്യൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആണ്. സോ ആ ഒരു ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആ ചേഞ്ച്, ഇതിനാണ് അതും നമ്മൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഉദ്ദേശിച്ചു. ഈ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞ മീനിങ് എന്താ, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അത്രയും സ്മോൾ, ഓൾമോസ്റ്റ് 0 ആണ് അതിന്റെ വാല്യൂ. അതാണ് അപ്രോച്ചസ് ടു 0 എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ആ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ വേരിയേഷൻ അത്രയും സ്മോൾ ആണ്. ഇറ്റ് ടെൻസ് ടു 0. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, അതായത് ഇപ്പോൾ എക്സ് വേരി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ മൈനസ് നമ്മുടെ ഇനീഷ്യൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ നമ്മൾ വരുത്തിയ ചേഞ്ച് ഇൻ എക്സ്, അപ്പോൾ ഡെൽറ്റ എക്സ്. ഇതാണ് ഡോ z ബൈ ഡോ എക്സ്. അപ്പോൾ y ഇവിടെ കോൺസ്റ്റന്റ് ആണ്, എക്സ് മാത്രമേ വേരി ചെയ്യുള്ളൂ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് നമുക്ക് കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കാം. അപ്പോൾ y എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി വെക്കണം. provided the limit is finite and unique. ഇപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം കേട്ടോ വാല്യൂ, ലിമിറ്റ് വാല്യൂ, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി യൂണിക്. ഇനി ഡോ z ബൈ ഡോ എക്സ് ഇസ് ഓൾസോ ഡിനോട്ടഡ് ആസ്, ഇതിന്റെ വേറെ നൊട്ടേഷൻസ് ആണ് എഫ് എക്സ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ്. ഇത് ശ്രദ്ധിക്കുക, പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമ്മൾ പല നൊട്ടേഷൻസും അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ എഫ് എക്സ് അതായത് എഫ് സബ്സ്ക്രിപ്റ്റ് എക്സ് ഓഫ് എക്സ് വൈ, അതിന്റെ മീനിങ് എന്താ, നമ്മൾ എഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമ്മുടെ y കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പൊ ഡോ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവിന് യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ എഫിനെ പാർഷ്യലി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കീപ്പിംഗ് y കോൺസ്റ്റന്റ്. ഇനി ഇതേപോലെ സിമിലർ കേസിൽ നമുക്ക് y വിത്ത് റെസ്പെക്ട് ടു y, അതായത് ഡോ z ബൈ ഡോ y. അപ്പൊ ഡെഫിനിഷൻ തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഡോ z ബൈ ഡോ എക്സ് ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ. അപ്പൊ അതേപോലെ തന്നെ ഡോ z ബൈ ഡോ y നമുക്ക് എഴുതി കൂടെ. ലിമിറ്റിൽ എന്താ വരിക, ഡെൽറ്റ y. നമ്മൾ y നെയാണ് വേരി ചെയ്യുന്നത് കീപ്പിംഗ് എക്സ് കോൺസ്റ്റന്റ്. അപ്പൊ ലിമിറ്റ് എന്തായിരിക്കും, ഡെൽറ്റ y ടെൻസ് ടു 0 ആണ്. എഫ് ഓഫ് എക്സ് y പ്ലസ് ഡെൽറ്റ y, കാരണം y ആണ് വേരി ചെയ്യുന്നത്, y പ്ലസ് ഡെൽറ്റ y മൈനസ് ഇനീഷ്യൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ നമ്മൾ വരുത്തിയ ചേഞ്ച് എന്നാണ് ഡെൽറ്റ y. ഓക്കെ, ഇനി ഇതിനെ യൂസ് ചെയ്യുന്ന വേറെ നൊട്ടേഷൻസ് ആണ് എഫ് വൈ ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ y. സിമിലർ, ജസ്റ്റ് വൈസ് വേഴ്സയാണ്. ഓക്കെ, ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻസ് വിത്ത് മോർ ദാൻ 2 വേരിയബിൾസ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് 2 വേരിയബിൾസ് എടുത്തുള്ളൂ, z ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ഇനിയിപ്പോ 3 വേരിയബിൾസ് വരികയാണ് അല്ലെങ്കിൽ മോർ ദാൻ 3 വരികയാണ്, അതായത് ഇപ്പൊ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ മോർ ദാൻ 2 വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇഫ് എഫ് ഓഫ് x1 x2 etc xn is a function of n variables, then there are n partial derivatives of f. നമുക്കറിയാലോ n വേരിയബിൾസ് ഉണ്ട്, x1 x2 etc xn. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ n പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടാവില്ല ആ ഫംഗ്ഷന്. ഈച്ച് ഓഫ് വിച്ച് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ഹോൾഡിംഗ് n minus 1 of the variables fixed. അതിന്റെ മീനിങ് എന്താ, ഇപ്പൊ n വേരിയബിൾസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എക്സും വൈയും 2 വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ 2 വേരിയബിൾസ് ഇല്ലേ, ഇപ്പൊ 2 - 1 എത്രയാ, 1. അപ്പൊ അതിന്റെ മീനിങ് ഒരു വേരിയബിൾ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ്,
അടുത്ത വേരിയബിൾ അതായത് നെക്സ്റ്റ് വേരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയോ? അതേപോലെ n വേരിയബിൾസ് ഉണ്ടെങ്കിലോ n-1 വേരിയബിൾസ് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടാണ് ഒരെണ്ണത്തിന്റെ ചെയ്യുന്നത്. അങ്ങനെ കുറെ ഉണ്ടാവും അല്ലെ? സോ ഇവിടെ ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് ദ ഫംഗ്ഷൻ ഓഫ് f വിത്ത് റെസ്പെക്ട് ടു ദ റിമൈനിങ് വേരിയബിൾസ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ n-1 വേരിയബിൾസ് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടാണ് ഒരെണ്ണത്തിന്റെ ഡിഫറൻഷിയേറ്റ് കാണുക. അതുപോലെ ബാക്കി ഓരോന്നിന്റെയും ചെയ്യാം അല്ലെ? അപ്പോൾ if w ഇപ്പൊ നമ്മൾ x1 x2 etc xn എടുക്കുകയാണെങ്കിൽ if w is equal to f of x1 x2 etc xn അതായത് n വേരിയബിൾസിനെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. then the partial derivatives except vi fixed and differentiating with respect to xi. അതായത് നമ്മൾ ഇപ്പോ ഒരെണ്ണത്തിന്റെ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു വൺ നമ്മൾ വേരിയബിൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാ വേരിയബിൾസും എന്തായിട്ട് വെക്കണം? കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ഓക്കെ, ഇത് ജനറൽ ആയിട്ട് പറഞ്ഞത് മാത്രം. ഇനി നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് പറയാം. ഡോ z by ഡോ x is equal to f x of x0 y0 is equal to rate of change of z with respect to x along the curve c at the point x0 y0. അതായത് ഇതിന്റെ മീനിങ് എന്താ? നമ്മളിപ്പോ z നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു x. ഓക്കെ, അതും അറ്റ് എ പോയിന്റ് x0 y0. അതാണ് f x of x0 y0. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് പ്ലസ് അതിന്റെ കൂടെ എന്താ ചെയ്യുന്നത്? പ്ലസ് ഉദ്ദേശിച്ചത് അതിന്റെ കൂടെ നമ്മൾ വേറെ എന്താ കാര്യം ചെയ്യുന്നത്? x0 y0 എന്ന് പറയുന്ന പോയിന്റിലാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എന്തായിട്ട് പറയാൻ പറ്റും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z with respect to x along the curve c at the point x0 y0 അല്ലെ? ഇങ്ങനെ ഡിഫൈൻ ചെയ്തൂടെ? ഡോ z by ഡോ x is equal to f x of x0 y0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അല്ലെ? ഒരു ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വിത്ത് റെസ്പെക്ട് ടു ഒരു പർട്ടിക്കുലർ വേരിയബിൾ ആയിരിക്കും. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ z ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു x along the curve c നമ്മൾ കൺസിഡർ ചെയ്യുന്ന curve c. ഇനി കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഏതാണ്? x0 y0. അപ്പോൾ അതിന്റെ മീനിങ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഉദ്ദേശിക്കുന്ന സ്ലോപ്പ് അല്ലെ? അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന c എന്ന് പറയുന്ന സർഫസിന്റെ സ്ലോപ്പ് ആണ്. z is equal to f of xy നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഒരു സർഫസിനെയാണ് റെപ്രസെന്റ് ചെയ്യണേ അല്ലെ? അപ്പൊ അതിന്റെ കർവ് അതായത് ആ ഒരു കർവിന്റെ സ്ലോപ്പ് ആണ് ഈ പറയുന്ന നമുക്ക് ഡോ z by ഡോ x എന്ന് പറയുന്നത്. ഇനി വിത്ത് റെസ്പെക്ട് ടു ഏത് ഡയറക്ഷൻ ആണ്? നമുക്ക് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡോ z by ഡോ x ആണ്. സോ ഇൻ ദ x ഡയറക്ഷൻ ആണ് ഈ സ്ലോപ്പ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി പോയിന്റ് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഇത് വരാ x0 y0. അതേപോലെ ഡോ z by ഡോ y ഡിഫൈൻ ചെയ്തൂടെ? is equal to fy of x0 y0 എന്ന് പറയുന്നത് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു y along the curve c at the point x0 y0. സെയിം തന്നെ വിത്ത് റെസ്പെക്ട് ടു y ആണെന്ന് മാത്രം. അപ്പൊ ഇതും അതുപോലെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സ്ലോപ്പ് ഓഫ് ദ സർഫസ് ആണ് ഇൻ y ഡയറക്ഷൻ ആണ് വരിക. ഓക്കെ, പ്രീവിയസ് വൺ പറഞ്ഞത് x ഡയറക്ഷൻ ആണ്, ഇത് y ഡയറക്ഷൻ ആണ്. പോയിന്റ് ദ സെയിം x0 y0. നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. Find the rate of change of f of xy is equal to x e raised to minus y plus 5y with respect to x at the point 40 with y held fixed. ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, ഒരു എറർ ഉണ്ട്. ജസ്റ്റ് ഇത് x അല്ല, ഇത് y ആണ്. ആൻഡ് x is held constant. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താ? f of xy നെ വിത്ത് റെസ്പെക്ട് ടു y നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഡോ z by ഡോ y കണ്ടുപിടിക്കണം. ഇനി x നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കണം അല്ലെ? ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് x ഹെൽഡ് ഫിക്സ്ഡ് അല്ലെ? കോൺസ്റ്റന്റ് ആയിട്ട്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാം. സ്ലോപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുമ്പോൾ എന്താ? y ഡയറക്ഷൻ ആണ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാം, ഫോർമുല അറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് f of xy എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ഓഫ് സർഫസ് ഓഫ് z ആണല്ലോ. ഇനി z equal to f of xy എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താ? x into e raised to minus y plus 5y. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ചെയ്യാൻ പോകുന്നത് y ആണ്. ഇവിടെയും ഒരു കറക്ഷൻ ഉണ്ട്, y ആണ്. അപ്പോ സ്ലോപ്പ് ഇൻ y ഡയറക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡോ z by ഡോ y കണ്ടുപിടിക്കണം. സോ ഇവിടെ x into e raised to minus y plus 5y രണ്ടിലും y ഉണ്ട് ആണല്ലോ. ആൻഡ് x ടേം കോൺസ്റ്റന്റ് ആക്കി വെക്കാം. സോ ഓരോ ടേം സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു y. x into e raised to minus y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഡോ ബൈ ഡോ x of x into e raised to minus y എന്ന് പറയുമ്പോൾ x ഡോ y ആണ് കേട്ടോ. ഡോ ബൈ ഡോ y ആണ്. സോ x കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അപ്പൊ x നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് എടുത്തു. ഇനി e raised to minus y ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്താ വരിക? e raised to minus y അങ്ങനെ തന്നെ ഇതാ. ഇനി ഡെറിവേറ്റീവ് ഓഫ് മൈനസ് y എന്താ? വിത്ത് റെസ്പെക്ട് ടു y minus 1. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? മൈനസ് x e raised to minus y. ഓക്കെ, നെക്സ്റ്റ് വൺ 5y. 5y യുടെ ഡോ ബൈ ഡോ y എന്ന് പറയുന്നത് എന്താ? 5 ആണ് വരിക. സോ ഇത് പ്ലസ് 5 വരും. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ x into e raised to minus y into minus 1 plus 5. ഇനി നമുക്ക് തന്നിരിക്കുന്നത് പോയിന്റ്സ് തന്നിട്ടുണ്ട് ഓൾറെഡി. 40 എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട് അല്ലെ? x0 y0 40 എന്ന് തന്നിട്ടുണ്ട്.
So x is equal to 4 ഉം y is equal to 0 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? -4 into e raised to -0 plus 5 into 5 into എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇപ്പോൾ 5 into 1 y യോ x ഓ ഒന്നും ഇല്ല. സോ 5 അങ്ങനെ തന്നെ എഴുതി. സോ e raised to -0 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. e raised to ആ 0 ടേം ആണ്. സോ 1 ആണ്. -4 plus 5 വരും. ആൻസർ എന്താ വരിക? 1. അപ്പോൾ ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത് dou z by dou y at point x0 minus 4 0. Next question, if z is equal to sine of y square minus 4x, find the rate of change of z with respect to x at the point 31 with y held fixed. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? dou z by dou x കാണണം, y ഫിക്സ്ഡ് ആക്കി വെക്കണം. അപ്പോൾ ഇൻ x ഡയറക്ഷൻ ആണ് നമ്മൾ ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അടുത്ത ചോദിച്ചിട്ടുണ്ട് rate of change of z with respect to y at 31 with x held fixed. അപ്പോൾ രണ്ടും ചോദിച്ചിട്ടുണ്ട് അല്ലേ? dou z by dou x ഉം കാണണം, dou z by dou y ഉം കാണണം at the point 31. അപ്പോൾ ആദ്യം നമ്മൾ rate of change of z with respect to x കാണാം, dou z by dou x കാണാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ with respect to x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, y കോൺസ്റ്റന്റ് ആക്കി വെക്കാം അല്ലേ? അപ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos ആണ്. അപ്പോൾ cos of y square minus 4x അങ്ങനെ തന്നെ എഴുതി. ഇനി ഡെറിവേറ്റീവ് dou by dou x of y square minus 4x കാണാം. അപ്പോൾ y square എന്ന് പറയുന്നത് y ഫിക്സ്ഡ് അല്ലേ, y കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ y square 0 ആയി പോകും. -4x എന്താ വരിക? -4 ആണ് വരിക. സോ -4 cos of y square minus 4x. ഇതാണ് dou z by dou x. ഇനി ഇത് at the point 31 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? x ന് 3 ഉം y ക്ക് 1 ഉം കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? -4 cos 11. ക്ലിയർ ആയല്ലോ? ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, -4 cos of 1 minus 4 into 3, അതായത് -11 വരും. ഈ cos of minus theta എന്ന് പറയുന്നത് plus cos theta ആണ്. അത് ശ്രദ്ധിക്കുക, അറിഞ്ഞിരിക്കുക. sin of minus theta എന്ന് പറയുന്നത് minus sin theta ആണ്. ഇത് ചില പ്രോബ്ലംസിലൊക്കെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും. So cos of minus theta is plus cos theta. Sin of minus theta എന്താ? minus sin theta. അപ്പോൾ ഇവിടെ -4 into cos of -11 എന്ത് വരും? plus cos 11 തന്നെ വരും. So -4 cos 11 ആണ് ആൻസർ. ഇതേപോലെ dou z by dou y കണ്ടുപിടിക്കാം. dou z by dou y എന്ന് പറയുമ്പോൾ എന്താ? സൈനിന്റെ കോസ് ആണ് നമുക്കറിയാം. ഇനി ഇൻറ്റു ഡെറിവേറ്റീവ്, അതായത് dou by dou y of y square minus 4x. അപ്പോൾ അവിടെ x കോൺസ്റ്റന്റ് ആണ് അല്ലെ? വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ നമുക്ക് y സ്ക്വയറിന്റെ മാത്രം വരും, 2y വരും. ഇനി 2y into cos of y square minus 4x. ഇത് ഇതേപോലെ x equal to 3 ഉം y equal to 1 ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടാം? 2 into cos of 1 minus 4 into 3, അതായത് cos of minus 11. So cos of minus theta plus cos theta ആണ്. അതുകൊണ്ട് 2 cos 11 തന്നെയാണ് ആൻസർ വരും. Third question, if u is equal to x cube plus y cube divided by x minus y, find dou u by dou x plus dou u by dou y. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഫംഗ്ഷൻ u എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ x ആൻഡ് y. ആ ഒരു ഫംഗ്ഷൻ ആണ് x cube plus y cube by x minus y. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് dou u by dou x plus dou u by dou y ആണ്. അതായത് രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും കാണണം. u with respect to x ഉം കാണണം, u with respect to y ഉം കാണണം. എന്നിട്ട് അത് രണ്ടും സെപ്പറേറ്റ് ആയി കണ്ടിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, സോ വി നോ ദാറ്റ് d by dx of f by g, അതായത് നമുക്ക് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ഒരു ടേം ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവിന്റെ ഫോർമുല എന്താ? g into f dash minus f into g dash by g square. ഈ ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഇതിപ്പോ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ഡെറിവേറ്റീവ്സ്. നോർമലി നമ്മൾ ഡെറിവേറ്റീവ്സിൽ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലേ, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ, അങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് നമ്മൾ ഈ ജി എഫ് ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ഡിനോമിനേറ്റർ. ഇതാണ് ഫോർമുല. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് ആൻഡ് ജി എന്ന് പറയുന്നത് ശരിക്കും എന്താ? ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ക്ലിയർ ആയോ? എഫ് ഡാഷ് ഉദ്ദേശിക്കുന്നത് ഡി എഫ് ബൈ ഡി എക്സും ജി ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡി ജെ ബൈ ഡി എക്സും. അപ്പൊ നമ്മൾ മുന്നേ പഠിച്ച പ്രോപ്പർട്ടി ഫോർമുല തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററും എക്സ് ആൻഡ് വൈയുടെ ഫംഗ്ഷൻസ് അല്ലേ? സോ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. അപ്പൊ എന്താ വരിക? ഡിനോമിനേറ്റർ എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ വിത്ത് റെസ്പെക്ട് ടു എന്താ ചെയ്യണേ ശ്രദ്ധിക്കാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലേ? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നതുകൊണ്ട് വൈ കോൺസ്റ്റന്റ് ആക്കി വെക്കാം. സോ എക്സ് ക്യൂബ്, അതായത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക, വൈ കോൺസ്റ്റന്റ്. അപ്പൊ എന്താ വരിക? 3x² മാത്രം വരും. വൈ ക്യൂബിന്റെ ടേം കോൺസ്റ്റന്റ് ആയിപ്പോ. സോ 3x² വരും. ഇനി സെക്കൻഡ് ടേം എന്താ വരിക? മൈനസ്
ഇപ്പോൾ എഫ് ഇൻറ്റു ജി ഡാഷ് എന്ന് പറയുന്നത് എന്താ, ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതാം. അപ്പൊ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. അപ്പൊ ഇവിടെ എക്സ് മൈനസ് വൈന്റെ ഡെറിവേറ്റീവ് എന്താ, വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് വൈയുടെ 0 ആയിപ്പോ എക്സിന്റെ എന്ത് വരും, 1 വരും. സോ അതാണ് 1 എഴുതിയിരിക്കുന്നത്. ഇനി ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ഡിനോമിനേറ്റർ, അതായത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ ജസ്റ്റ് ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്താ, 3x ക്യൂബ് മൈനസ് 3x സ്ക്വയർ വൈ മൈനസ് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. ഇനി അത് ജസ്റ്റ് നമ്മൾ 2x ക്യൂബ്, അതായത് 3x ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് എന്നുള്ള ടേം ഉണ്ട്. അപ്പൊ അതിനെ 2x ക്യൂബ് ആക്കി, ബാക്കിയെല്ലാം സെയിം. 2x ക്യൂബ് മൈനസ് 3x സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു സെറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതായത് ഡോ യു ബൈ ഡോ എക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതേപോലെ ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സെയിം ഫോർമുല തന്നെയാണ്, പക്ഷെ ആകെ കൂടി ഒരു ചേഞ്ച് എന്താ, നമ്മൾ നേരത്തെ ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഇവിടെ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ നമുക്ക് കിട്ടുന്ന ടേംസ് എക്സ് മൈനസ് വൈ ഇൻറ്റു 3y സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഇൻറ്റു മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്. ഇനി ഇത് ജസ്റ്റ് ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യുക. അപ്പൊ 3xy സ്ക്വയർ മൈനസ് 3y ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ബൈ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇതിൽ മൈനസ് 3y ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്നത് എന്താ, മൈനസ് 2y ക്യൂബ് ആണ്. ബാക്കിയെല്ലാം സെയിം. എക്സ് ക്യൂബ് പ്ലസ് 3xy സ്ക്വയർ മൈനസ് 2y ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം, LHS രണ്ടും കൂടി ആഡ് ചെയ്യാം, RHS രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് അല്ലെ. അപ്പൊ ന്യൂമറേറ്റേഴ്സിനെ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് എഴുതാം. അപ്പൊ ഇവിടെ ടേംസ് എന്താ വരിക, 2x ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് വരും, അതിന് 3x ക്യൂബ് എഴുതി. ഇനി മൈനസ് 3x സ്ക്വയർ വൈ അങ്ങനെ തന്നെ എഴുതി, പ്ലസ് 3xy സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. ലാസ്റ്റ് വൺ മൈനസ് വൈ ക്യൂബും മൈനസ് 2y ക്യൂബ് എന്താ, മൈനസ് 3y ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. Fourth question, if w is equal to log of tan x plus tan y plus tan z, then prove that sin 2x dou w by dou x plus sin 2y dou w by dou y plus sin 2z dou w by dou z is equal to 2. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചു. അതായത് w എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ എക്സ് വൈ സെഡ് തന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അഗെയിൻ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ടേംസിലുള്ള ഒരു എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു 2 ആണ് അല്ലെ. സോ നമുക്ക് ടേംസ് കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിക്കാം. w നമുക്കറിയാം, ഡോ w ബൈ ഡോ എക്സ് കാണണം, ഡോ w ബൈ ഡോ വൈ കാണണം, ഡോ w ബൈ ഡോ z കാണണം. ക്ലിയർ ആയല്ലോ. സോ ഇവിടെ ഓരോ ടേംസും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ആദ്യം സൈൻ 2x ഇൻറ്റു ഡോ w ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ സൈൻ 2x അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു ഡോ w ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, w ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് ആണ്. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് sec സ്ക്വയർ എക്സ് ആണ്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ ഇപ്പൊ നമുക്ക് ഓൾറെഡി ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാലോ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താ, 1 by x ആണ്. ഓക്കെ, അതും അറിഞ്ഞിരിക്കാം. സോ ആദ്യം ഡോ ഒമേഗ അല്ല, ഡോ w ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതാം, അതായത് 1 by ആ ഫംഗ്ഷൻ. ഇപ്പൊ തന്നിരിക്കുന്നത് എന്താ, ലോഗ് ഓഫ് ഇവിടെ എക്സിന് പകരം ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് ആണ് അല്ലെ. അപ്പോ ലോഗ് എക്സിന് പകരം എന്താണ്, ആ ഒരു ലോഗ് എക്സിന് പകരം ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് ആണ്. അപ്പൊ 1 by എക്സിന് പകരം എന്ത് വരും, 1 by ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ്. ഇനി ഇൻറ്റു കഴിഞ്ഞിട്ടില്ല, നമുക്ക് ചെയിൻ റൂൾ പോലെ ഈ എക്സ് അല്ലല്ലോ തന്നിരിക്കുന്നത്, എക്സിന് പകരം എന്താ തന്നിരിക്കുന്നത്, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് ആണ്. ആ ഹോൾ എക്സ്പ്രഷന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സും ഡെറിവേറ്റീവ് കണ്ടിട്ട് പ്രോഡക്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ ആകെ കൂടി എക്സിനെ ഡിപ്പെൻഡന്റ് ടേം മാത്രം എടുത്താൽ മതി, കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡോ w ബൈ ഡോ എക്സ് ആണ്. അപ്പൊ വൈയും സെഡും നമ്മൾ ഫിക്സ്ഡ് ആക്കിയിട്ടാണ് എടുക്കുക. അപ്പൊ ടാൻ വൈയും ടാൻ സെഡും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ടാൻ എക്സിന്റെ മാത്രം ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് sec സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, സോ ന്യൂമറേറ്ററിൽ sec സ്ക്വയർ എക്സ് വന്നു, താഴെ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ്. ഇനി ഈ സൈൻ 2x, സൈൻ 2 തീറ്റ 2 സൈൻ തീറ്റന്റെ കോസ് തീറ്റയാണ്. സോ 2 sin x cos x ഇൻറ്റു sec സ്ക്വയർ എക്സ് എന്താ, 1 by cos സ്ക്വയർ എക്സ് ആണ്. അപ്പൊ അതും നമ്മൾ ഇക്വേറ്റ് ചെയ്തു, ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ്. ഇനി ഇവിടെ ആകെ കൂടി വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഈ cos എക്സും ഒരു cos എക്സും ക്യാൻസൽ ആയി പോകും. സോ 2 ഇൻറ്റു സൈൻ എക്സ് ബൈ cos എക്സ് എന്താ, ടാൻ എക്സ് ആണ്. അപ്പൊ 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ്, ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി.
ഇനി ഇതേപോലെ നമുക്ക് sin 2y into dou w by dou y നെ ഇതേപോലെ നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് മുകളിൽ tan x ന് പകരം ഇവിടെ tan y വരും. ബാക്കി എല്ലാ ടേംസും സിമിലർ ആയിരിക്കും, നോക്കിയാൽ തന്നെ അറിയാം. അതേപോലെ sin 2z into dou w by dou z എന്ന് പറയുന്നത് 2 tan z divided by tan x plus tan y plus tan z എന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാലും കറക്റ്റ് ഈ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് വരിക. സോ ഇനി LHS-ലെല്ലാം കൂടി ആഡ് ചെയ്യുക, RHS-ലെല്ലാം ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് RHS-ൽ 2 എന്ന് പറയുന്ന ടേം എല്ലാത്തിലും ഉണ്ട്. അപ്പൊ 2 നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റിൽ വരുന്ന ടേംസ് എന്താ? ഫസ്റ്റ് വൺ വന്നത് tan x ആയിരുന്നു. tan x പ്ലസ് പിന്നെ tan y പിന്നെ tan z. സോ tan x പ്ലസ് tan y പ്ലസ് tan z എഴുതി. ഡിവൈഡഡ് ബൈ ആ സെയിം എക്സ്പ്രഷൻ തന്നെ താഴെയുണ്ട് അല്ലെ. ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 2 ആണ്. ഇത് തന്നെയാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബാക്കി ടോപ്പിക്സ് ആൻഡ് പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.